ശ്രീ എം കെ രാഘവൻ MP കൂടി നമ്മോടൊപ്പം ടെലിഫോണിൽ ചേരുകയാണ്. ശ്രീ എം കെ രാഘവൻ, കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ ഒരുപക്ഷെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ തന്നെ ഒരു സൗമ്യ മുഖമാണ് വിടവാങ്ങുന്നത്. എനിക്കറിയാം താങ്കൾക്ക് വ്യക്തിപരമായി തന്നെ വളരെ അടുപ്പമുണ്ടായിരുന്നയാളാണ്. എങ്ങനെയാണ് മൻമോഹൻ സിംഗിലെ ഭരണാധികാരിയെ, വ്യക്തിയെയൊക്കെ തന്നെ താങ്കൾ നോക്കിക്കാണുന്നത്? ലോകത്തിലെ ഏറ്റവും വലിയ ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞൻ, അതോടൊപ്പം തന്നെ മികച്ച ഭരണാധികാരി എന്ന നിലയ്ക്ക് കഴിഞ്ഞ പ്രത്യേകിച്ച് 2014 വരെയുള്ള കാലഘട്ടങ്ങളിൽ 2 കാലഘട്ടങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുള്ള ഭരണപരമായ നേട്ടങ്ങൾ, പരിഷ്കരണങ്ങൾ ഇന്ന് നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ അനുഭവിക്കുകയാണ്. അതിൽ വളരെ എനിക്ക് തോന്നുന്നത് ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്ത് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ലോകത്ത് സാമ്പത്തിക മാന്ദ്യം അനുഭവപ്പെട്ടപ്പോൾ സാമ്പത്തിക മാന്ദ്യം ഒരിക്കലും അനുഭവപ്പെടാത്ത രാജ്യമായി ഇന്ത്യയെ നയിക്കാൻ സാധിച്ചത് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ്. അത് അദ്ദേഹം ആയതുകൊണ്ട് മാത്രമാണ്. അമേരിക്ക പോലും സാമ്പത്തിക രംഗത്ത് മാന്ദ്യം നേരിട്ടപ്പോൾ ഇന്ത്യയെ ബാധിച്ചില്ല. അത് ബാധിക്കാതിരിക്കാൻ തീർച്ചയായും മൻമോഹൻ സിംഗ് പ്രൈം മിനിസ്റ്റർ ആയതുകൊണ്ട് മാത്രമാണ്. കാരണം സാമ്പത്തിക വിദഗ്ധൻ, അതല്ലെങ്കിൽ നമ്മുടെ രാജ്യം എങ്ങോട്ട് പോകണം, എങ്ങനെ നയിക്കണം എന്ന് കൃത്യമായി ദിശാബോധമുള്ള ഒരു ഭരണാധികാരിയായിരുന്നു. ഇപ്പോ വിവരാവകാശ നിയമം, അത് റൈറ്റ് ടു എഡ്യൂക്കേഷൻ, അതുപോലെ തന്നെ വനാവകാശം, അതുപോലെ തൊഴിലുറപ്പ് നിയമം, ഇതൊക്കെ നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്കും അതുപോലെ തന്നെ നാടിനും വേണ്ടി നിർമ്മിക്കപ്പെട്ട നിയമങ്ങളാണ്. അതിൽ വളരെ പ്രധാനം എനിക്ക് തോന്നുന്നത് തൊഴിലുറപ്പ് നിയമം തന്നെയാണ്. കാരണം കോടിക്കണക്കിന് വരുന്ന പാവപ്പെട്ട സഹോദരിമാർക്ക് അവർക്ക് ജീവിത മാർഗം ഒരുക്കി കൊടുക്കുന്ന ലോകത്തിലെ വിപ്ലവകരമായ ഒരു പദ്ധതിയാണ്. ഇത് ഞാൻ മാത്രം പറയുന്നതല്ല. ബഹുമാന്യനായ മുൻ പ്രധാനമന്ത്രി LK അദ്വാനി ജി UN-ൽ ഇന്ത്യൻ ഡെലിഗേഷൻ നയിച്ചു പോയപ്പോൾ നടത്തിയൊരു പ്രസംഗമുണ്ട്. ആ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത് ലോകത്തിലെ ഏറ്റവും വലിയ വിപ്ലവകരമായിട്ടുള്ള ഒരു പദ്ധതിയാണ് തൊഴിലുറപ്പ് പദ്ധതി എന്ന് അദ്ദേഹം പറയുകയുണ്ടായി, മൻറേഗ. അപ്പോ ഒരു രാജ്യത്തെ ജനങ്ങൾക്കും രാജ്യത്തിനും വേണ്ടി എന്തൊക്കെ ചെയ്യണം അത് ചെയ്യാനുള്ള ഒരു ഭരണപരമായ ദീർഘവീക്ഷണം, ഭരണപരമായ അദ്ദേഹത്തിന്റെ കഴിവ് ഇന്ത്യയിലെ ജനങ്ങൾക്ക് കൃത്യമായി ബോധ്യപ്പെട്ട കാലഘട്ടമാണ് 2014 വരെ. അദ്ദേഹം യശസ്വരീനായ നരസിംഹറാവുവിന്റെ കീഴിൽ ധനകാര്യമന്ത്രിയായിരുന്നു. അതിനു മുമ്പ് അദ്ദേഹം RBI ഗവർണറായിരുന്നു. അതെനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ ഓരോ കാലഘട്ടത്തിലും സാമ്പത്തിക രംഗത്ത് ഇന്ത്യയിൽ ഉണ്ടായ കുതിച്ചോട്ടത്തിന് ഒരു കാരണം അദ്ദേഹത്തിന്റെ സംഭാവനകൾ തന്നെയാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വളരെ സൗമ്യമുഖം എന്നതിനപ്പുറത്ത് ശാന്ത ഗംഭീരനായിട്ടുള്ള ഭരണാധികാരിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഏത് വിഷയം വന്നാലും ഇപ്പൊ ലോകസഭയിൽ 2009 മുതൽ എനിക്ക് അദ്ദേഹത്തെ നേരിൽ പരിചയപ്പെടാനും കാണാനും അവസരമുണ്ടായിട്ടുണ്ട്. പ്രൈം മിനിസ്റ്റർ നിലക്ക് 2009 മുതൽ 2014 വരെ കാലഘട്ടത്തിൽ അദ്ദേഹം പ്രതിപക്ഷ അംഗങ്ങൾ കൊടുക്കുന്ന ബഹുമാനം ഞാൻ നേരിൽ കണ്ടതാണ് സഭയിൽ. പല ഘട്ടങ്ങളിലും വിഷയം വന്നപ്പോൾ എത്ര ശാന്തനായിട്ടാണ് നേരിടുന്ന ആ കാര്യത്തിൽ. അദ്ദേഹം ഉപയോഗിക്കുന്ന പദപ്രയോഗം ശ്രദ്ധിക്കേണ്ടതാണ്. ഒരിക്കലും എതിരാളികളെ ആക്ഷേപിക്കുന്ന പദപ്രയോഗം ഒരിക്കലും അദ്ദേഹം സഭയിൽ നടത്തിയിട്ടില്ല. വളരെ സൗമ്യമായ ഭാഷയാണ്. അദ്ദേഹം അഡ്വൈസിന്റെ രൂപത്തിലാണ് പലപ്പോഴും പറയാറുള്ളത്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ വേർപാട് ഇന്ത്യക്ക് ഏറ്റവും വലിയ നഷ്ടമാണ്. ഇന്ത്യക്കകത്ത് മാത്രമല്ല, അന്തർദേശീയ രംഗത്തും അദ്ദേഹം ഉണ്ടാക്കിയ ഒരു ഖ്യാതിയുണ്ട് ഇന്ത്യക്ക്. ആ സൽപ്പേര് അത് തീർച്ചയായും അദ്ദേഹം മൻമോഹൻ സിംഗ് ആയതുകൊണ്ട് നേട്ടമാണ്. അതുകൊണ്ട് എല്ലാ അർത്ഥത്തിലും ലോകം കണ്ട മികച്ച ഭരണാധികാരിയായിട്ടുള്ള മൻമോഹൻ സിംഗിന്റെ വേർപാട് അത് നമുക്കെല്ലാം തന്നെ നഷ്ടമാണ്. മൻമോഹൻ സിംഗിനെ പോലുള്ള ഭരണാധികാരികളാണ് ഇന്ത്യക്ക് അനിവാര്യമെന്ന് കാലഘട്ടം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്.
ശ്രീ എം കെ രാഘവൻ, നമുക്ക് അറിയാമല്ലോ ഈ 10 വർഷം അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് വിദേശ രാജ്യങ്ങളുമായൊക്കെ തന്നെ മികച്ച ബന്ധമുണ്ടാക്കാൻ കഴിഞ്ഞു. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ബരാക് ഒബാമയുമായൊക്കെ വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ഒരാളാണ് ശ്രീ മൻമോഹൻ സിംഗ്. അതെ അതെ, അദ്ദേഹം പാർലമെന്റ് ജോയിന്റ് സെഷനിൽ അദ്ദേഹം ബരാക് ഒബാമയെ കൊണ്ടുവന്ന് പ്രസംഗിപ്പിച്ചു. അതൊരിക്കലും അന്ന് ഒബാമ നടത്തിയ ഉച്ചരമായ പ്രസംഗമുണ്ട്. ആ പ്രസംഗത്തിൽ കൂടി ഇന്ത്യയെക്കുറിച്ച് മൻമോഹൻ സിംഗിനെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ അദ്ദേഹത്തിന്റെ അന്തർദേശീയ തരത്തിലുള്ള അദ്ദേഹത്തിന്റെ ബന്ധം, ഒരു സ്റ്റേറ്റ്സ്മാൻ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന്റെ അത്തരം ബന്ധങ്ങൾ ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്തെ, അതുപോലെ തന്നെ മറ്റ് രംഗങ്ങളിൽ, വ്യാവസായിക രംഗമാണെങ്കിലും അതുപോലെ തന്നെ ശാസ്ത്ര സാങ്കേതിക രംഗമാണെങ്കിലും എല്ലാ രംഗങ്ങളിലുള്ള വളർച്ച, അതിനൊക്കെ തന്നെ ഇദ്ദേഹത്തിന്റെ നേതൃത്വം പ്രധാനപ്പെട്ട ഘടകമായിരുന്നു. വളരെയധികം നന്ദി. ശ്രീ എം കെ രാഘവൻ MP ആണ്. ഡോക്ടർ മൻമോഹൻ സിംഗ് അനുസ്മരിച്ചു.